യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗുരുപസക്തിയാണ് ഇന്നലെ പറഞ്ഞത്. വിവേകമുണ്ടായി വൈരാഗ്യം ഉണ്ടാവുമ്പോൾ തത്വജിജ്ഞാസ ഉദിക്കുകയും ആ തത്വജിജ്ഞാസ കൊണ്ട് തത്വജ്ഞാനിയായ ഗുരുവിനെ സമീപിച്ച് ചോദിക്കുകയാണ്. തനിക്കുള്ള മുക്തിമാർഗം ചോദിക്കുകയും ഗുരു ഉപദേശിക്കുകയും ചെയ്യാണ്. ബ്രൂയാത് സബുദ്ധഃ പരമം രഹസ്യം സമസ്ത ബുദ്ധാനുഭവ പ്രസിദ്ധം. എല്ലാ ജ്ഞാനനിഷ്ഠന്മാർക്കും പ്രസിദ്ധമായിട്ടുള്ള സ്വാനുഭൂതിയെ ഗുരു ഉപദേശിക്കുന്നു. എന്താണ്? ജ്ഞാനാസി ചേത് സ്വം ന തവാസ്തി ദുഃഖം. തന്നെ അറിഞ്ഞാൽ, അവനവനെ അറിഞ്ഞാൽ തനിക്ക് ദുഃഖമില്ല. നഹി വേത്സി സ്വം, സ്വയം അറിയില്ലെങ്കിൽ ദുഃഖി ഭവേഹേ, ദുഃഖമൊട്ട് വിട്ടുപോവുകയുമില്ല. എന്തുകൊണ്ട് അറിവ് ദുഃഖത്തിന് നീക്കുന്നു എന്ന് വെച്ചാൽ, ദുഃഖം വാസ്തവത്തിൽ ഉള്ളതാണെങ്കിൽ നീങ്ങിപ്പോവുകയേയില്ല. ഇല്ലാത്തതായതുകൊണ്ടാണ് നീങ്ങിപ്പോണത്. കയറിലുള്ള പാമ്പിനെ ഓടിച്ചുവിടുകയോ തല്ലിക്കൊല്ലുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ലൈറ്റ് അടിച്ചു നോക്കിയാൽ അവിടെ പാമ്പില്ല. അപ്പോ അല്പമൊരു അന്വേഷണമാണ് ആവശ്യം. അന്വേഷിച്ചു നോക്കുമ്പോ സുഷുപ്തിയിൽ ദുഃഖമില്ലല്ലോ. യഥ സുഷുപ്തവും ന തവ അസ്തി ദുഃഖം. സുഷുപ്തിയില് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ശോകം ഒന്നുമില്ല. എന്നാൽ സുഷുപ്തിയിലോ ഞാനുണ്ട് താൻ. ഞാൻ ഈ വ്യക്തിയായിട്ടല്ല, കേവല സ്വത്വം ഉണ്ടവിടെ. സുഖമും ഉണ്ട്. മനസ്സുദിക്കുമ്പോഴാണ് ദുഃഖമും മറ്റു വിഷയങ്ങളും ഒക്കെ പൊന്തണത്. അപ്പൊ ദുഃഖമൊക്കെ തന്നെ മനസ്സിലാണ്. മനസ്സ് ആത്മാവിനെ മറയ്ക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ് എല്ലാ വികാരങ്ങളും. ഈ വികാരങ്ങൾക്കൊക്കെ സാക്ഷിയായി അറിവ് മാത്രമായി ഇരിക്കുന്ന വസ്തുവാണ് ഞാൻ. ആ എന്നിൽ ഈ ദുഃഖങ്ങളൊന്നുമില്ല. സ്ഫടികത്തിന് ചുവപ്പ് വർണ്ണമോ പച്ചവർണ്ണമോ ഇല്ല. സ്ഫടികത്തിന് മുമ്പിൽ ഒരു ചെമ്പരത്തിപ്പൂ വെച്ചാൽ സ്ഫടികം ചുവപ്പായിട്ട് കാണും. സ്ഫടികത്തിന് മുമ്പിൽ ഒരു പച്ചില വെച്ചാൽ സ്ഫടികം പച്ചയായിട്ട് കാണും. പക്ഷെ അതൊന്നും സ്ഫടികത്തിന് കളർ കൊടുക്കണില്ല. അതുപോലെ നമ്മളുടെ സ്വരൂപത്തിന് മുമ്പില് കാമം, ക്രോധം ഒക്കെ വരുമ്പോ ഞാൻ കാമിയും ക്രോധിയും ഒക്കെ ആയിട്ട് തീരാണ്. അതൊന്നും വാസ്തവത്തിൽ സ്വരൂപത്തിനെ സ്പർശിക്കുന്നത് തന്നെയില്ല. ഇങ്ങനെ സ്വരൂപത്തിനെ അറിയുമ്പോ ജിജ്ഞാസയാ സ്വം സമവേത്യ, തത്വജിജ്ഞാസ ഉണ്ടായി ഞാൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യം അകമേക്ക് ഉദിക്കുകയും വിടാതെ അതിനെ അകമേ പിടിക്കുകയും ചെയ്യുമ്പോ നിജസ്വരൂപേ സുഖരൂപേ ആസ്വ, അവനവന്റെ സ്വരൂപം അതെങ്ങനെയുള്ളതാണ്? സുഖസമുദ്രം. ആ സുഖസമുദ്രത്തില് ആഴ്ന്നിരിക്കുമെന്നാണ്. ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോ ഞാൻ എന്നുള്ള വ്യക്തിയഹന്ത മറയുകയും അഖണ്ഡമായ ബോധം അവിടെ പ്രകാശിക്കുകയും ചെയ്യും. ഈ ഉപദേശം ഗുരു കൊടുക്കണം. അർത്ഥോയമേവം ഗുരുണോപദിഷ്ട. ഈ ഗുരുവിന്റെ ഉപദേശത്തിന്റെ സാരമുണ്ടല്ലോ, സമസ്ത ശ്രുതിശീർഷവാചാം സാരഹ, എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ്. അസ്യ ഉപദേശസ്യ ഹി വിസ്തരേണ,
ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ആത്മജ്ഞാനം, അതിനെ വിസ്തരിക്കാനാണ് നിഗമാന്തവാണി എല്ലാ ഉപനിഷത്തുകളും. ഉപനിഷത്തുകളുടെ ഒക്കെ സാരം എന്താണ്? ആത്മജ്ഞാനമാണ്. ആത്മജ്ഞാനത്തിനോ തന്നെ അറിയണം. തന്നെ അറിയാൻ താൻ ആര് എന്നുള്ള വിചാരം തന്റെ ഉള്ളിൽ ചെയ്യണം. അല്ലാതെ അതെങ്ങനെ ഉപനിഷത്തുകളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു, എങ്ങനെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് ആരാഞ്ഞിട്ട് കാര്യമില്ല. ആത്മാവ് ഉള്ളിലിരിക്കണു, പുസ്തകം പുറത്തിരിക്കണു. ആത്മാവിനെ അറിയണമെങ്കിൽ ആത്മവിചാരം ചെയ്യണം, പുസ്തക വിചാരം ചെയ്താൽ പോരാ. ആ ആത്മവിചാരം ചെയ്യാനുള്ള ഒരു ഡയറക്ഷൻ മാത്രമാണ് പുറമേ നിന്നും കിട്ടുന്നത്. ജ്ഞാനസ്വരൂപം നിജസത്യമേകം സ്വയം പ്രകാശം ഹൃദി സത്യം അസ്തി സംശാന്തചിത്തേന ഹൃദി സ്ഥിതിർയാ സാ തസ്യ ബോധോപി വിമുക്തിഭാവ. നമ്മൾ അന്വേഷിക്കണ ആ പൂർണ്ണ വസ്തു ജ്ഞാനസ്വരൂപം നിജസത്യം ഏകം. അതിന്റെ സ്വരൂപം എന്താ? ജ്ഞാനമാണ് അതിന്റെ സ്വരൂപം. ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ്, അവയർനെസ്, അവബോധം. അവബോധസ്വരൂപമായിട്ടുള്ള ആ വസ്തു ജ്ഞാനസ്വരൂപം നിജസത്യം ഏകം സ്വയം പ്രകാശം. സ്വയം പ്രകാശം എന്ന് വെച്ചാൽ മറ്റൊന്നിന്റെയും മീഡിയേഷൻ അതിന് വേണ്ട. നിങ്ങളെ കാണണമെങ്കിൽ എനിക്ക് കണ്ണു വേണം, എന്നെ കാണാൻ എനിക്ക് കണ്ണൊന്നും വേണ്ട. ഞാനും ഉണ്ട് എന്ന് അറിയാൻ എനിക്ക് കണ്ണു വേണ്ട, ചെവി വേണ്ട, ചിന്തിക്കേണ്ട. സ്വയം അറിയണു ഞാനുണ്ട്. അതാണ് സ്വയം പ്രകാശം. എല്ലാത്തിനെയും അറിയുന്നത് ഈ ബോധത്തിലിരുന്നു കൊണ്ടാണ്. സൂര്യനുണ്ടെന്നും ചന്ദ്രനുണ്ടെന്നും ഒക്കെ അറിയണത്. ഞാൻ ഉണ്ട് എന്നുള്ളത് സ്വയം പ്രകാശമാനമായ ബോധമാണ്. ഇരുട്ടിലിരുന്നാലും അറിയുന്നു. ഇരുളിൽ ഇരിപ്പവനാര് ചൊൽകനീയെന്നുരവൻ ഉരപ്പത് കേട്ടു താനുമേവം. രണ്ടുപേരും ഇരുട്ടിലിരിക്കുകയാണ്. നീ ആരെന്ന് ചോദിക്കുമ്പോ പ്രതിവാക്യമേകമാകും. രണ്ടുപേർക്കും പറയാനുള്ളത് എന്താ? ഞാനാണോ എന്ന് പറയും. പിന്നെ മനസ്സിലായിട്ടില്ലെങ്കിലാണ് ഒരു ഞാനിനും മറ്റൊരു ഞാനിൽ നിന്നും വ്യത്യാസപ്പെടുത്താനായിട്ട് പേര് പറയണത്. ഞാൻ വാസ്തവത്തിൽ ബഹുവചനമേ ഇല്ല. ഞാനേ ഉള്ളൂ. അത് സ്വയം പ്രകാശമാണ്. അതിനെ അറിയാൻ ഒന്നും വേണ്ട. നമുക്ക് ആകപ്പാടെ ഉറപ്പുള്ള കാര്യം അത് മാത്രമാണ്, ഞാനുണ്ട്. ഈശ്വരനെ കുറിച്ച് ചോദിച്ചാൽ പോലും രമണ ഭഗവാൻ കൊടുക്കണ ഉത്തരം അതാണ്. തൽക്കാലം ഞാൻ എന്തു പറഞ്ഞാലും ഇപ്പൊ നിനക്ക് വിശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ, അല്ലെങ്കിൽ നിഷേധിക്കുക. ഈശ്വരനാകട്ടെ വിശ്വസിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യേണ്ട ഒരു വസ്തുവല്ല. ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ഈശ്വരനെ നിഷേധിക്കുന്നു. നല്ല തമാശയാണ് ലോകത്തിൽ. കുറെ പേര് പറയണു ഞങ്ങൾ വിശ്വസിക്കണു എന്നാണ്. വേറെ കുറെ പേര് പറയണു ഞങ്ങൾ നിഷേധിക്കണു. ആരെയാ വിശ്വസിക്കണത്, ആരെയാ നിഷേധിക്കണത്? അപ്പൊ വിശ്വസിക്കാനോ നിഷേധിക്കാനോ ഉള്ള ഒരു വസ്തുവല്ലാതെ നമുക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് ഊഹമാണ്. ശരിക്കും പറഞ്ഞാൽ ലോകം പോലും ഊഹമാണ്. ഭൂമി ഉരുണ്ടതാണെന്നുള്ളത് ഇപ്പൊ ആരോ പറഞ്ഞു കേട്ട് വിശ്വസിച്ചിരിക്കുകയാണ് നമ്മള്. ഉറപ്പുള്ള കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാനുണ്ട്, അഹമസ്മി. അതാണ് എല്ലാവർക്കും ഉറപ്പുള്ള കാര്യം. സകല ഉപനിഷത്തും സകല ശാസ്ത്രങ്ങളും ഈ ഒരു അനുഭവത്തിനെ വെച്ചുകൊണ്ടുണ്ടായതാണ്. ഈ ഒരു അനുഭവത്തിൽ നിന്നാണ് സകല ശാസ്ത്രങ്ങളും പ്രവർത്തിക്കുന്നത്. ഞാൻ ഉണ്ട് എന്നുള്ളത്, അഹമസ്മി. ആ ഞാൻ ഉണ്ട് എന്നുള്ള സ്വാനുഭവ പ്രസിദ്ധി എല്ലാവർക്കും ഉള്ളതുകൊണ്ട് അതിനെ സ്വയം പ്രകാശം എന്ന് പറയും. എന്നുവെച്ചാൽ അതെല്ലാവർക്കും അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്, അനുഭവത്തിലുള്ള കാര്യമാണ്. ശരി, ഇനിയിപ്പോ എന്താ വേണ്ടത്? സംശാന്തചിത്തേന്,
മനസ്സിന്റെ ചാപല്യങ്ങൾ ചാഞ്ചല്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഒടുങ്ങി ഉപാസാനിശിതം സന്തയീത. നല്ല വില്ലിൽ അമ്പ് വെക്കുമ്പോ അമ്പിനെ നല്ലവണ്ണം തീട്ടി മൂർച്ചയാക്കിയിട്ട് വില്ലിൽ വെക്കും ആ ലക്ഷ്യത്തിലേക്ക് വിടാൻ. അതുപോലെ മനസ്സിനെ ഉപാസന കൊണ്ട് ഏകാഗ്രമാക്കിയിട്ട് എന്നാണ്. ഉപാസാനിശിതം സന്തയീത ധനുർഗൃഹീത്വാ ഔപനിഷദം മഹാസ്ത്രം ശരം ഹി ഉപാസാനിശിതം സന്ധയീത ആയമ്യ തദ്ഭാവഗതേന ചേതസാ ലക്ഷ്യം തദേവ അക്ഷരം സൗമ്യ വിദ്ധി പ്രണവോ ധനുഃ ശരോ ഹി ആത്മാ ബ്രഹ്മതല്ലക്ഷ്യമുച്യത്തെ അപ്രമത്തേന വേദ്ധവ്യം ശരവത് തന്മയോ ഭവേത്. അപ്പൊ ആ ഉപാസന കൊണ്ട് ഷാർപ്പൻ ചെയ്യാണ്. എന്നിട്ട് മനസ്സ് ചഞ്ചലപ്പെടാതെ ആവുമ്പോഴാണ് സംശാന്ത ചിത്തം എന്ന് പറയുന്നത്. അതായത് അനേക വിഷയങ്ങളിൽ ചലിക്കാതെ ചിത്തം തന്നിലേക്ക് തന്നെ തിരിയുകയും തന്റെ തന്നെ ഇരുപ്പിനെ ശ്രദ്ധിക്കുകയും ചെയ്യാണ്. മനസ്സിന്റെ മോസ്റ്റ് പവർഫുൾ ആൻഡ് സട്ടിലസ്റ്റ് സ്റ്റേറ്റ് ആണത്. പുറത്തു വസ്തുക്കളെയല്ല ശ്രദ്ധിക്കണത്, തന്നെ തന്നെ ശ്രദ്ധിക്കണം. തന്റെ ഉള്ളിൽ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുന്നു. താൻ ആരെന്ന് ചോദിച്ചു തുടങ്ങുന്നു. സംശാന്തചിത്തേന ഹൃദിസ്ഥിതി. അങ്ങനെ പതുക്കെ അന്തർമുഖമായ മനസ്സ് ഹൃദയത്തില് എന്നുവെച്ചാൽ കേവലമായ ജ്ഞപ്തിയില് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തില് ഒരു മാറ്റവുമില്ലാത്ത ചിത്തില് സംശാന്തമായിട്ട് അടങ്ങുന്നു. അതുതന്നെയാണ് തസ്യ ബോധ. സാ തസ്യ ബോധോപി വിമുക്തി ഭാവ. അത് തന്നെ മുക്തി എന്ന് പറയണതും ഭാഗവത്തിലും അതാണ്. പുരാണം ദശലക്ഷണമാണ് ഭാഗവതത്തിൽ. സാധാരണ പുരാണം 5 ലക്ഷണമാണ്. ആ 10 ലക്ഷണങ്ങളിൽ 9ാമത്തെ ലക്ഷണം മുക്തിയാണ്. മുക്തി എന്താണെന്ന് വെച്ചാൽ ത്യക്ത്വാ അന്യഥാഭാവം സ്വരൂപേണ അവസ്ഥിതി. താനല്ലാത്തതിനെയൊക്കെ വിട്ടിട്ട് താനായിട്ടിരിക്കൽ മുക്തി. അന്യഥാഭാവം ത്യക്ത്വാ, താൻ ശരീരമാണെന്നും മനസ്സാണെന്നും ഒക്കെയുള്ള ആ ഉപാധി സംബന്ധത്തിനെ വിട്ടിട്ട് താൻ കേവല ബോധസ്വരൂപമായിട്ട് ഇരിക്കലാണ് മുക്തി. എന്നുവെച്ചാൽ മുക്തി നേടിയെടുക്കേണ്ടതല്ല, മുക്തി ഇപ്പൊ തന്നെ ഉണ്ട്. മുക്തി നമ്മളുടെ സ്വരൂപമാണ്. ബന്ധം ഒരു ഭ്രമമാണ്. ആ ഭ്രമം നീങ്ങുമ്പോ താൻ മുക്തനാണെന്നും നിത്യമുക്തനാണെന്നും തനിക്ക് ജനനം ഉണ്ടായിട്ടില്ലെന്നും മരണമില്ലെന്നും നിത്യനിരന്തരമായ അഖണ്ഡാകാര വസ്തുവാണ് താനെന്നും ഉള്ള അനുഭൂതിയാണ് മുക്തി. ആ മുക്തി ഉണ്ടാവണമെങ്കിലോ ഈ അഹങ്കാരം, മനസ്സ് ഉപ്പ് വെള്ളത്തിൽ കരയണ പോലെ ഉള്ളില് സ്വരൂപത്തില് കരഞ്ഞു പോകണം, സ്വരൂപത്തിൽ ലയിച്ചു പോകണം. സ്വാത്മാനന്ദ ലവീഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി. സ്വാത്മാനന്ദത്തിൽ ലവീഭൂതമായിട്ട് തീരണം. അവിടെ ലവം എന്ന് വെച്ചാൽ അല്പം, അത്യല്പം, അത്യല്പമായിട്ട് അത് ഇല്ലാതായിട്ട് തീരുകയാണ്. സ്വാത്മാനന്ദത്തില് ലയിക്കുകയാണ്. സംശാന്ത ചിത്തേന ഹൃദിസ്ഥിതറിയ. അതെങ്ങനെ ചെയ്യും? അതാണ് ഈ വിദ്യ മുഴുവൻ. മഹായോഗം എന്ന് പറയുന്നത് തന്നെ അതാണ്. മനസ്സിൽ എത്ര വിചാരങ്ങൾ വരട്ടെ, ഒരു വിചാരത്തിനെ പോലും വളരാൻ അനുവദിക്കാതെ നിരന്തരം അതിനെ മൂലത്തിൽ പിറപ്പിടത്തില് അടക്കുക എന്നാണ് ഭഗവാൻ ഞാനാരാ എന്നുള്ള ആ ചെറിയ പുസ്തകത്തിൽ ഭഗവാൻ തരുന്ന വഴി അതാണ്. കോട്ടയിൽ നിന്ന് ശത്രുക്കൾ വരുന്നവരെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നാൽ കോട്ട കാലിയാവും. അതുപോലെ ഹൃദയത്തിൽ പൊന്തി വരുന്ന ചിത്തവൃത്തികളൊക്കെ തന്നെ, ഈ ചിത്തവൃത്തികളൊക്കെ ആർക്കു വരുന്നു എന്ന് ചോദിച്ചാൽ
ചിത്തവൃത്തികളുടെ സ്വഭാവത്തിനെ അന്വേഷിക്കാതെ ആർക്ക് വരണു, എനിക്ക് വരണു, ഞാൻ ആരാണ്, ഞാനെന്ന് പറയണത് എന്താണ്, എല്ലാ വിചാരങ്ങൾക്കു പുറകിലും ഞാൻ എന്നുള്ളത് പ്രബലമായി തുള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഞാൻ എന്താണ്, ഞാൻ എന്ന് പറയണത് എന്താണ് എന്ന് വിടാതെ പഠിക്കുകയാണെങ്കിൽ ആ ഞാൻ എന്നുള്ള അഹങ്കൃതി അതിന്റെ മൂലത്തില് അടങ്ങും. മൂലത്തിൽ അടങ്ങുമ്പോ അവിടെ മറ്റൊരു അഹം, ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളുടെ ഉണ്മയായ വ്യക്തിത്വം, ഈ ഭ്രമാത്മകമായ വ്യക്തിത്വം അവിടെ ലയിക്കുകയും ഉണ്മയായ സത്യമായ എക്സിസ്റ്റൻസ് അവിടെ പ്രകാശിക്കുകയും ചെയ്യുമ്പോ അതിനെയാണ് ബോധം എന്ന് പറയണത്. ഇപ്പൊ ഞാൻ എന്ന് പറയണത് ഒരു വികാരം മാത്രമാണ്. ആ വികാരമാവട്ടെ വെറും ഭ്രമാത്മകമാണ്. ഭ്രമാത്മകമായ വികാരം നമ്മളിപ്പോ ഞാൻ ഇന്നവനാണെന്നൊക്കെ പറയണ്ടല്ലോ. ഞാൻ പാലക്കാടാണ്, എനിക്ക് വീട്, ബ്രാഹ്മണനാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ പാട്ട് പാടുന്ന ആളാണ്, എന്തൊക്കെ നമ്മൾ സ്ഥൂലമായി ഡിക്ലെയർ ചെയ്യണമോ, സ്ഥൂലമായി എന്തൊക്കെ പറയുമ്പോൾ നമ്മൾ അഫക്റ്റഡ് ആവുന്നുവോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോ എനിക്ക് സംഗീതവാസനയുള്ളവനാണെങ്കിൽ സംഗീതത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കേട്ടാൽ ഞാൻ ബാധിക്കപ്പെടും. ഞാൻ അധ്യാത്മത്തിലുള്ള ആളാണ്, ഹിന്ദുവാണ് എന്ന് ധരിക്കുന്നത് കൊണ്ട് പത്രത്തിൽ ഹിന്ദു സന്യാസികളെ കുറിച്ചോ ഹിന്ദുക്കളെ കുറിച്ചോ ഒക്കെ നിന്ദയും പരിഹാസവും ഒക്കെ വരുമ്പോ ബാധിക്കപ്പെടുന്നു. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഈ നമ്മളുടേതല്ലാത്തതും നമ്മളല്ലാത്തതും എന്നാൽ പ്രാതിഭാസികമായിട്ടുള്ളതുമായ നമ്മളുടെ പേഴ്സണാലിറ്റി, അതിന്റെ സീഡ് ഫോമാണ് വെളിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് എറിയുമ്പോ ഉള്ളില് റിയാക്ട് ചെയ്യണത്. അതാണ് അവിദ്യ എന്ന് പറയണത്, അജ്ഞാനം. അത് ഉള്ളിൽ കിടക്കുന്നുണ്ട്, ദ സെന്റർ ഓഫ് റിയാക്ഷൻ. ആ സെന്ററിൽ ഇരുന്നു കൊണ്ടാണ് നമ്മള് പുറത്തു നിന്നും ഉള്ള വസ്തുക്കളോട് പ്രതികരിക്കുന്നത്. അതാണ് ഇന്നലെ പറഞ്ഞത്, അത് നമ്മളെ സംബന്ധിച്ചിടത്തുള്ള വസ്തുക്കളുടെ ഒക്കെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്നർ എലമെന്റ് ആണത്. അതിനും സംബന്ധമില്ലാത്തതും അതിനോട് ബന്ധമില്ലാത്തതായ വസ്തുക്കളൊക്കെ പുറത്ത് കണ്ടാൽ അത് ബാധിക്കപ്പെടില്ല. എത്രയോ കാര്യങ്ങൾ എന്തൊക്കെയോ നടക്കണു, അതിനൊന്നും ബാധയില്ല. അതിൻ്റെ അടുത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്, ഈ ചീട്ട് കളിക്കുമ്പോഴൊക്കെ തന്റെ കയ്യിലുള്ള ചീട്ടുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് എന്തോ കാണുമ്പോ എന്തോന്നുണ്ടല്ലോ, അതാണല്ലോ കളിയുടെ കാര്യം. അതുപോലെ തന്റെ ഉള്ളിലുള്ളതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെളിയിലൊരു വസ്തു കണ്ടാലേ അതിനെന്തെങ്കിലും ബാധയുള്ളൂ. അതാണ് ദ്വൈതം, ദ്വന്ദ്വം എന്ന് പറയണത്. ദ്വന്ദ്വം എന്ന് പറയണത് എന്താ, ഉള്ളിലൊന്നുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയി വെളിയിലൊന്നുണ്ട്. അതിനാണ് ദ്വന്ദ്വം എന്ന് പറയണത്, ഡുവലിസ്റ്റിക് പ്രോസസ്. അപ്പൊ ഉള്ളിലും വെളിയിലുമായിട്ട് നമ്മളെ കൊടുക്കുന്നതാണ്. ദ്വന്ദ്വാണി സർവാണി അഖിലാഹ ത്രിപുട്യഃ കിഞ്ചിത് സമാശ്രിത്യ വിഭാന്തി വസ്തു തന്മാർഗണേ സ്യാത് ഗളിതം സമസ്തം ന പശ്യതാം സത് ചലനം കദാപി. ദ്വന്ദ്വാണി സർവാണി അഖിലാഹ ത്രിപുട്യഃ, ഈ ഇരട്ടകൾ എന്താണ്? വെളിയിൽ എന്തിനെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് ഉള്ളിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് ഉണ്ട്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ റിയാക്ഷൻ ചെയ്യണത് ലോകത്തിലൊക്കെ. അത് നമ്മളുടെ ഉണ്മയായ വ്യക്തിത്വമല്ല. പക്ഷെ അതിനോടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞ പോലെ പുഴുവാണ് ഞാൻ എന്ന് വിചാരിച്ച ആളെ പോലെ. പുഴുവാണെന്ന് വിചാരിച്ചാലും ശരി, ഞാൻ ഇന്നവനാണെന്ന് പറഞ്ഞ് അഭിമാനിച്ചാലും ഒക്കെ ഒന്ന് തന്നെ, വെറും ഒരു ഭ്രമം മാത്രമാണത്. അത് നമ്മളുടെ ഉണ്മയായ അസ്തിത്വമല്ല, തൽക്കാലത്തേക്ക് മാത്രമാണ്. ഉദാഹരണം പറയണത്, രാജാവിന്റെ പുത്രൻ കുട്ടിക്കാലത്ത് ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ നഷ്ടപ്പെട്ടു പോയി കാട്ടില് കാട്ടാളന്മാരുടെ ഇടയിൽ വ്യാധപുത്രനായിട്ട് വളരുകയാണ്. അയാൾക്ക് കാട്ടാളന്മാരെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ദേഷ്യം വരും. കാട്ടാള വംശത്തിന് വേണ്ടിയിട്ട് പൊരുതുന്നവനാണ്. അങ്ങനെയൊക്കെ ഉള്ളവന് ആ പേഴ്സണാലിറ്റി ഉണ്മയല്ല എന്ന് പറഞ്ഞാൽ അയാൾ അടിക്കാൻ വരും.
അവസാനം രാജകുമാരനാണെന്ന് കണ്ടെത്തുകയാണ്. മന്ത്രി പോയിട്ട് കണ്ടെത്തി ഇദ്ദേഹം രാജകുമാരനാണെന്നും അയാളെ വിളിച്ച് ബോധിപ്പിക്കുകയും ചെയ്യുമ്പോ അടുത്ത ക്ഷണം പറഞ്ഞു ഈ കാട്ടാളന്മാരെ മുഴുവൻ ആക്രമിക്കണം എന്നാണ്. എന്തുപോയി? ഇപ്പൊ താൻ രാജകുമാരനുമായിട്ട് മാറുകയും തന്റെ പേഴ്സണാലിറ്റി ഒട്ടനെ മാറി. ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയുന്ന ഒരു ഉദാഹരണമാണത്. അപ്പോ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, അത് ഞാനല്ല. രാജകുമാരനാവട്ടെ കാട്ടാളനാവട്ടെ അസംഷൻ മാത്രമാണ്, അസ്യൂംഡ് പേഴ്സണാലിറ്റിയാണ്. സങ്കല്പം എന്ന് പറയുന്നത് അതാണ്, സങ്കല്പശക്തി. ഞാനതാണ് എന്ന് സങ്കല്പിച്ചാൽ അതായിട്ട് തീരും. കൺവിൻസ് ആയാൽ ഉടനെ സങ്കല്പിക്കും, തീരുമാനിക്കും ഞാനതാണെന്ന്. അല്ലേ? ഇപ്പൊ മന്ത്രി പോയിട്ട് വേണ്ട വിധത്തിലുള്ള യുക്തിയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തപ്പോ he was convinced. അതിനു മുമ്പ് he was convinced that he belongs to the hunter community. അപ്പൊ വേണ്ട വിധത്തിൽ യുക്തി പറഞ്ഞു തന്നാൽ നമ്മൾ ബ്രഹ്മമാണെന്നും കൺവിൻസ്ഡ് ആവുന്നർത്ഥം. അവിടെയാണ് ആചാര്യപ്രസാദം വേണ്ടി വരുന്നത്. ശ്രുതി യുക്തി സ്വാനുഭൂതി. ഉപനിഷത്ത് പറയണു, അതിനനുസരിച്ച് യുക്തി പറയണു, അതിനനുസരിച്ച് സ്വാനുഭൂതി. അപ്പൊ ഈ അസ്യൂംഡ് പേഴ്സണാലിറ്റി മാറിക്കൊണ്ടേയിരിക്കുന്നു നമ്മളുടെ. ഇങ്ങനെയാണ് ജന്മജന്മങ്ങളായിട്ട് മാറി മാറി ഓരോ പേഴ്സണാലിറ്റിയുമായിട്ട് അസംഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ പേഴ്സണാലിറ്റി തന്നെയാണ് നമ്മളുടെ സകല ദുഃഖത്തിന്റെയും മൂലം. വൈറസ് അല്ലെ? ഒരു വ്യാധിക്ക് അതിന്റെ വൈറസ് അല്ലേ കണ്ടുപിടിക്കുക, അല്ലേ ഡോക്ടർ? ഒരു വ്യാധിക്ക് അതിന്റെ മരുന്ന് കണ്ടുപിടിക്കാൻ അതിന്റെ വൈറസ് കണ്ടുപിടിക്കണ പോലെ ദുഃഖത്തിന്റെ വൈറസ് വന്നിട്ട് ഈ അസ്യൂംഡ് പേഴ്സണാലിറ്റിയാണ്. ഇതിനെ ഉണ്മയാണെന്ന് കരുതിക്കൊണ്ടാണ് നമ്മളുടെ മനഃശാസ്ത്രവും ഒക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ എങ്ങനെ അത് പെർഫെക്റ്റ് ആവും? ഈ അസ്യൂംഡ് പേഴ്സണാലിറ്റി ഉണ്മയല്ല, അസംഷൻ മാത്രമാണത്. അതിനെയാണ് ചിജ്ജടഗ്രന്ഥി എന്ന് വേദാന്തികൾ പറയണത്, യോഗികൾ പറയണത്. ചിജ്ജടഗ്രന്ഥി, ചിത്തിനെയും ജഡത്തിനെയും ഉപദ്രവിക്കുന്ന ഒരു ഗ്രന്ഥി. അത് നാഡീ നരമ്പുകളെയൊക്കെ ബാധിക്കുന്നു. ഇനിയും അല്പം കൂടെ വിസ്തരിച്ച് പറഞ്ഞാൽ ആ ചിജ്ജടഗ്രന്ഥിയുടെ തന്നെ എക്സ്റ്റൻഷനാണ് നമ്മളുടെ ഉള്ളിൽ നാഡികളും നരമ്പുകളും മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും ഒക്കെ. ആയുർവേദം തന്നെ ഇതിൽ ബേസ്ഡാണ്. ആ ചിജ്ജടഗ്രന്ഥിയിൽ ഞാനെന്ന് പറയുന്ന ഈ അസ്യൂംഡ് പേഴ്സണാലിറ്റി, അതിൽ നിന്നാണ് കഫം വാതം പിത്തം ഒക്കെ ഉണ്ടാവുകയും നാഡീ നരമ്പുകളൊക്കെ ജനിക്കുകയും മനസ്സൊക്കെ ഉണ്ടാവുകയും ബുദ്ധിയൊക്കെ ജനിക്കുകയും കണ്ണും ചെവിയും കൈയും കാലും ഒക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യണത്. അപ്പൊ ആ വ്യക്തി അഹങ്കാരത്തിനെ നമ്മളെ ശ്രദ്ധിക്കുകയാണ്. മാറി നിന്ന് നോക്കുക എന്നുള്ളത് ഒരു സച്ചിദാനന്ദം എന്ന് പറയുന്നല്ലോ, അതിൽ ബ്രഹ്മത്തിന്റെ ചിത് സ്വരൂപമാണ്. ഞാൻ ഉണ്ട് എന്നുള്ളത് സത്താണ്, നോക്കുക എന്നുള്ളത് ചിത്താണ്. ചിത്തിനാണ് അഗ്നി എന്ന് പറയാ. ചിത് അഗ്നി, സത് അഗ്നിയില്ല, ആനന്ദ അഗ്നിയുമില്ല. ചിത് അഗ്നി എന്നാണ്. ഈ മാറി നിന്ന് നോക്കണത് ഒരു അഗ്നിയാണ്. അതാണ് ശിവന്റെ മൂന്നാമത്തെ കണ്ണെന്ന് പറയുന്നത്, അല്ല നെറ്റിയിലുള്ള കണ്ണൊന്നും അല്ലാതെ. ആ ചിതാവെന്ന് അത് നോക്കുമ്പോഴാണ് കാമൻ ദഹിച്ചുപോയി എന്നൊക്കെ പറയണത്. മാറി നിന്ന് നോക്കുമ്പോഴാണ് വികാരങ്ങളെ ഭസ്മമാക്കണത്. വിട്ടുനിന്ന് നോക്കുമ്പോ അപ്പൊ ഈ ഉള്ളിലുള്ള ഈ വ്യക്തി അഹങ്കാരത്തിന്റെ ചലനത്തിനെ മാറി നിന്ന് നോക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ഇന്നവനാണെന്നും ഞാൻ അതാണെന്നും ഒക്കെ പറയണ ഈ ചലനത്തിനെ മാറി നിന്ന് നോക്കുമ്പോ, വിട്ടുനിന്ന് നോക്കുമ്പോ, അതെല്ലാവർക്കും കഴിയും. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്.
അതൊന്നുകൂടെ അറിഞ്ഞുകൊണ്ട് ചെയ്യണു, അത്രയേ ഉള്ളൂ. ഇപ്പോ വീട്ടില് ഭാര്യയുടെ അടുത്താണെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് ചണ്ട കൂടും. അതേ ആള് ഓഫീസിൽ പോയി സുപ്പീരിയർ ഓഫീസർ ചീത്ത പറയുമ്പോ യെസ് സാർ, യെസ് സാർ, യെസ് സാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നാലെണ്ണം കൊടുക്കണോ അവന് ഒന്ന് ഉള്ളിൽ പറയണ്ട്. പക്ഷെ ചെയ്യണില്ല. എന്തുകൊണ്ടാ? മാറി നിന്ന് നോക്കുകയാണ്. ഒരു വികാരവും പുറമേക്ക് പ്രകടിപ്പിക്കാതെ ആ അഹങ്കാരത്തിനെ അതിന്റെ പിറപ്പിടത്തുനിന്ന് പുറത്തുവിടാൻ അനുവദിക്കാതെ തൽക്കാലത്തേക്ക് മാറി നിന്നിട്ട് അയാളുടെ അടുത്ത് യെസ് സാർ, യെസ് സാർ എന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ അയാളുടെ തൊള്ളു കൈയിടും. ഇപ്പൊ അവൻ പറയും ഞാൻ വേറെയായിട്ട് നിൽക്കുകയാണ്. പുറത്തു പോയി കഴിഞ്ഞാൽ അയാളുടെ തൊള്ളു കൈയിട്ടിട്ട് പറയും 4 പെട കൊടുക്കണം, അവൻ റിട്ടയർ ആയിട്ട് പുറത്തു വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. സുപ്പീരിയർ ഓഫീസറിനെ പറഞ്ഞതാണ്. അവിടെ ഉള്ളപ്പോ എസ് ആർ എങ്ങനെ വന്നു? തന്റെ വ്യക്തിത്വത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് കണ്ടു. എല്ലാവർക്കും കഴിയും വേണ്ട സമയത്ത്. അപ്പൊ അതേപോലെ തന്നെ ഈ വ്യക്തി അഹങ്കാരം നമുക്ക് ദുഃഖദായകമാണെന്ന് അറിയുമ്പോ അതിനെ മാറി നിന്ന് സാക്ഷിയായിട്ട് വീക്ഷിക്കുന്നു. അതേപോലെ മനസ്സിൽ വരുന്ന വിചാരങ്ങളെയും നമ്മൾ വീക്ഷിക്കും. അങ്ങനെ വീക്ഷിച്ചാൽ തന്നെ അത് സംശാന്തമാവും. പതുക്കെ പതുക്കെ നമ്മൾ ഹൃദയത്തില് സ്ഥിതരായിട്ട് തീരും. അതാണ് ആത്മസ്വരൂപ ഹൃദി ഭാസമാന സദൈകരൂപ വിമലാ ചിതിശ്ച ബ്രഹ്മാഭിധാനം ജഗതോഖിലസ്യാപി ആധാരസത്യം ദ്വയം ഏകമേവ. ആത്മസ്വരൂപ ഹൃദി ഭാസമാന, ഇങ്ങനെ അഹങ്കാരക്ഷയം ഉണ്ടായി ഹൃദയത്തിൽ പ്രകാശിക്കുന്നതായ ആത്മസ്വരൂപ ഹൃദി ഭാസമാന. ഭാസമാന എന്ന് വെച്ചാൽ പ്രകാശിക്കണത്. ഹൃദി ഭാസമാന ആത്മസ്വരൂപ സദൈകരൂപ വിമലാചിതി, എപ്പോഴും ഒരേ സ്വരൂപത്തോടുകൂടെ ഇരിക്കുന്ന അതിശുദ്ധമായ ചിതി. ചിതി എന്ന് വെച്ചാൽ ചിത്ത്, ചിത്പ്രകാശം. വിമലാചിതിശ്ച ബ്രഹ്മാഭിധാനം ജഗതോഖിലസ്യ ആധാരസത്യം. ഈ ഉള്ളില് പ്രകാശിക്കുന്ന ആ ചിത്തും ബ്രഹ്മമെന്നും ജഗത്തിനു മുഴുവൻ ആധാരസത്യമായ വസ്തു എന്നും ഉപനിഷത്തുകൾ പറയുന്നതും ഒന്ന് തന്നെ. തത് ത്വമസി, ഞാൻ എന്താണ് എന്ന് അന്വേഷിച്ച് അകമേ ഏതൊരു ചിത്ത് പ്രകാശം അതെങ്ങനെ ഒന്നാവും എന്ന് ചോദിച്ചാൽ ഒരു ദൃഷ്ടാന്തം പറയണത്, കുടത്തിന്റെ ഉള്ളിൽ മണ്ണും മറ്റുമൊക്കെ ഇട്ട് വെച്ചു. അപ്പൊ പറഞ്ഞു കുടത്തിന്റെ ഉള്ളിൽ ആകാശം, സ്പേസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആ മണ്ണൊക്കെ എടുത്തു കളഞ്ഞപ്പോ കുടത്തിന്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്. അപ്പോ ചോദിക്കാണ്, ഇത് കുടത്തിന്റെ ഉള്ളിലുള്ള സ്പേസ് ആണോ, ഘടാകാശമാണോ? അതെ, ഇത് ഘടാകാശമാണ് എന്നുള്ളത് ഒരു വെർഷൻ. അറിവുള്ളവരെന്തു പറയണു? ഇത് ഘടാകാശമല്ല, ഇത് മഹാകാശമാണ്. അതെങ്ങനെയാ? ഇത് കുടത്തിന്റെ ഉള്ളിലല്ലേ ഇരിക്കണത്. കുടത്തിന്റെ ഉള്ളിലല്ല ഇരിക്കണത്. കുടം ആ ആകാശത്തിൽ ഒരു തോന്നൽ മാത്രമാണ്. കുടത്തിന്റെ ഓരോ ഇഞ്ചിലും ഈ സ്പേസ് ഉണ്ട്. ഈ കുടം ആകാശത്തിനെ പരിച്ഛിന്നമാക്കിയ പോലെ ഒരു ഭ്രമ ഉണ്ടാക്കുകയാണ്. കുടം പൊട്ടിപ്പോയാൽ കുടത്തിനുള്ളിലുള്ള ആകാശം എന്താ നമ്മൾ പറയാ, എന്താവും? ഒന്നായി തീരും എന്ന് നമ്മൾ പറയണത് തെറ്റാണ്. എന്താന്ന് വെച്ചാൽ ആദ്യമേ ഒന്നാണ്. രണ്ടാണെന്നുള്ള ഭ്രമം പോണു, അത്രയേ ഉള്ളൂ. ഘടത്തിന്റെ ഉള്ളിലൊരു ആകാശവും പുറത്തൊരു ആകാശവും ഉണ്ടെന്നുള്ള ഭ്രമം പോയി. ഘടാകാശം മഹാകാശേ ഇവാത്മാനം പരാത്മനി വിലാപ്യ അഖണ്ഡഭാവേന തൂഷ്ണീം ഭവ സദാമുനേ. വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ കൊടുക്കണ ഉപദേശമാണ്. ഘടാകാശം മഹാകാശേ ഇവ ആത്മാനം പരാത്മനി വിലാപ്യ അഖണ്ഡഭാവേന തൂഷ്ണീം ഭവ സദാമുനേ. ഹേ മുനേ. മുനി ആരാണ്? ഇത് ചെയ്യുന്നവൻ മുനിയാണ്. ഘടാകാശത്തിനെ മഹാകാശത്തിൽ എന്ന വണ്ണം ജീവാത്മാവിനെ പരമാത്മാവിൽ, അല്ലെങ്കിൽ ആത്മാനം പരാത്മനി തന്നെ അഖണ്ഡ വസ്തുവിൽ
വിലാപ്യ, വിലയം ചെയ്തിട്ട്. വിലയം ചെയ്യൽ എന്താണ്? അത് ഒന്നാണെന്ന് അറിയലാണ് വിലയം ചെയ്യൽ. ഒന്നേ ഉള്ളൂ, ഇതിനകത്ത് ഞാൻ ഉണ്ട് എന്ന് യാതൊരു അനുഭവമുണ്ടോ ആ അനുഭവം ഇതിനകത്ത് മാത്രമുള്ളതല്ല, അഖണ്ഡമാണെന്നറിഞ്ഞ് തൂഷ്ണീംഭവ, മൗനിയായിട്ട് തീരൂ, നിശ്ചലമായിട്ട് തീരൂ, ചുമ്മായിരിക്കൂ എന്നാണ്. രണ്ടാമതൊരു വസ്തു ഇവിടെ ഇല്ലെന്നറിഞ്ഞ് ചുമ്മായിരിക്കൂ. രണ്ടുണ്ടെന്നുള്ളത് ഭ്രമമാണ്, രണ്ടാമതൊരു വസ്തു ഇല്ല എന്നറിഞ്ഞ് ചുമ്മായിരിക്കൂ. അതാണ് ആത്മസ്വരൂപാ ഹൃദി ഭാസമാനാ ചിതിഹി. ഹൃദയത്തിൽ പ്രകാശിക്കുന്നതായി കോൺഷ്യസ്നസ്. ചിത്ത് എന്ന് വെച്ചാൽ കോൺഷ്യസ്നസ്, ബോധം. അതും ബ്രഹ്മമെന്ന് ഉപനിഷത്തുകൾ വിളിക്കുന്ന പ്രപഞ്ച സത്യവും പ്രപഞ്ചത്തിന് ആധാരമായ സത്യവും ഒന്ന് തന്നെ. അപ്പൊ ആ ചിത്തിനെ അറിയുമ്പോ എല്ലാം ഞാനായിട്ട് തീരും, അന്യമായ ഒന്നുമില്ല. ഞാൻ പ്രപഞ്ചത്തിൽ ഇരിക്കണു എന്ന് പിന്നെ പറയാൻ പറ്റില്ല. പ്രപഞ്ചം എന്നിലൊരു ആരോപണം മാത്രമാണ്, സകലതും ആരോപണം മാത്രമാണ് ഇവിടെ. അപ്പൊ ഞാനെന്ന് പറയണത് ഐ ആം നോട്ട് സെന്റേർഡ് ഇൻ വൺ ബോഡി. അതുകൊണ്ടാണ് അത് ഞാൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയാം. ഞാനെന്ന് പറഞ്ഞാൽ വളരെ കാലത്തെ യൂസേജ് കൊണ്ട് ഈ ഞാൻ എന്നുള്ളത് ഇന്ന ആള് എന്നുള്ളതിനോട് പറ്റിക്കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാനെന്ന് പറഞ്ഞാൽ പിന്നെയും വീണ്ടും വീണ്ടും ആളുകൾക്ക് സംശയം വരേണ്ടത് അതെങ്ങനെ ഞാനെല്ലാം ആവുക. ശരി, ഞാൻ ഇല്ലാതായിത്തീരുകയും അഖണ്ഡമായ ഈശ്വര തത്വം, ഭഗവത്വം അവിടെ പ്രകാശിക്കുകയും ചെയ്യാണെന്ന്. അതിൽ നിന്ന് അന്യമായ ഒരു ഞാനില്ല. ഞാനെന്നുള്ളത് കുമള സമുദ്രത്തിൽ ലയിച്ചു പോകുന്ന പോലെ, തരംഗം സമുദ്രത്തിൽ ലയമാവുന്ന പോലെ ഞാൻ എന്ന സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ സെൻസ് ആ അഖണ്ഡത്തിലില്ലാതാവും. അപ്പോ വിൽ ഐ നോട്ട് ലൂസ് മൈ എക്സിസ്റ്റൻസ്? ആളുകൾക്ക് അതൊക്കെയാണ് പേടി. ആത്മവിചാരം ചെയ്യുമ്പോ അയ്യോ ഞാനില്ലാതാവുമോ എന്നാണ്. ജയിലിൽ കിടക്കുന്ന പുള്ളിയെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോ 40 വർഷം ജയിലിലിട്ടു ഒരാള് ചൈനയില്. കൂരിരുട്ടാണ്. അതൊന്ന് പുറത്ത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുമ്പോ അയ്യോ പറ്റില്ല എന്ന് പറഞ്ഞു മൂപ്പര്. ഇവിടെ ഇരിക്കാൻ പറ്റില്ല, എന്നെ തിരിച്ച് ജയിലിലിടുമെന്ന് പറഞ്ഞു. മൂപ്പര് തിരിച്ച് ജയിലിൽ കൊണ്ടുപോയി കുറച്ചു കുറച്ചായി ജയിലിലേക്ക് വെളിച്ചം കൊടുത്ത് 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 പുറത്തേക്ക് കൊണ്ടുവന്നു. പക്ഷെ 40 വർഷം ജയിലിൽ കിടക്കുന്ന ആൾക്ക് പുറത്തു വരാൻ 40 വർഷം വേണ്ടി വന്നില്ല, കുറച്ച് ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവന്നു. അതേപോലെയാണ് ഈ വേദാന്ത വിചാരം ചെയ്യുമ്പോഴും എന്റെ ഇൻഡിവിജ്വൽ സെൻസ് പോകുമോ എന്നുള്ള പേടിയാണ്. സ്വപ്നത്തിന്ന് എഴുന്നേൽപ്പിച്ചാൽ പിടിക്കില്ല ചിലർക്ക്. എന്താന്ന് വെച്ചാൽ സ്വപ്നത്തിൽ ഞാൻ അക്ബർ ചക്രവർത്തിയാണെന്ന് കാണുകയാണ്, എണീറ്റ അവിടെ അഷ്ടിക്ക് മുട്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് സ്വപ്നത്തിന്ന് എണീക്കാൻ ഇഷ്ടമല്ല. സ്വപ്നത്തിൽ നല്ല സുഖമായിട്ട് താൻ അക്ബർ ചക്രവർത്തിയാണെന്നും ഒക്കെ കാണുമ്പോ അതിന് എണീക്കാൻ എങ്ങനെ ഇഷ്ടാവും? അപ്പൊ ആ ഭ്രമം പതുക്കെ എന്നാണെങ്കിലും അത് പോകും. അതുപോലെ ഈ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ സെൻസ് വെറും ഭ്രമമാണെന്നും സകല ദുഃഖത്തിനും അത് ഹേതുവാണെന്നും മൂലകാരണമാണെന്നും അതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മരണത്തിലേക്ക് പോകാൻ പോകുന്നു എന്നും വ്യാധി വരാൻ പോകുന്നു എന്നും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമെന്നൊക്കെ ഇറ്റ് ഈസ് ദ സോൾ കോസ് ഫോർ ഓൾ മിസറീസ് എന്ന് അറിയുന്നവരെ യു വിൽ നോട്ട് ബി റെഡി ടു ഗിവ് ഇറ്റ് അപ്പ്. അപ്പോ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് അതാണ്. ആ അണ്ടർസ്റ്റാൻഡിങ് വന്നാൽ നല്ലവണ്ണം അതുകൊണ്ട് പക്വമായാൽ തേറ്റാമ്പരൽ പൊടി ഇട്ടാൽ വെള്ളത്തിലെ അഴുക്ക് ചളി ഇല്ലാതായി തേറ്റാമ്പരൽ പൊടി താനുമില്ലാതാവണ പോലെ ഈ അറിവ് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഈ വ്യക്തിയഹന്ത അല്ല നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി, അതിനു പുറകിലുള്ള അഖണ്ഡ വസ്തുവാണ് നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റി എന്നറിയും. അപ്പൊ നമ്മൾ വി ആർ നോട്ട് ലൂസിങ് എനിത്തിങ്, വി ആർ ഓൺലി ഗെയിനിങ്. കാട്ടിലെ വേട്ടക്കാരനെ ചക്രവർത്തി പഥത്തിൽ ഇരുത്തുന്ന പോലെയാണ്.
അഖണ്ഡമായ സ്വരാജ്യ സാമ്രാജ്യമാണ് അയാൾക്ക് കിട്ടണത്. ഒന്നും നഷ്ടപ്പെടുന്നില്ല. ശരീരത്തിലെ ആ പേഴ്സണൽ സെൻസ്, വ്യക്തിഭാവം, അത് കുറച്ചു കാലത്തേക്ക് ആ ശരീരം നിൽക്കണ വരെ നിന്നിട്ട് വീണുപോകും. ഈ തത്വം അറിഞ്ഞാലും അത് തൽക്കാലത്തേക്ക് ലോകവ്യവഹാരത്തിനൊക്കെ ഉണ്ടാവും. അതാണ് പ്രാരബ്ധം എന്ന് പറയണത്. തത്വം അറിഞ്ഞതുകൊണ്ട് ഇപ്പൊ അതും പോകണില്ല. അത് യു വിൽ നോട്ട് ഫർദർ ആഡ് ഇൻ ടു ഇറ്റ്. അത് തത്കാലത്തേക്ക് ആ ശരീര നിർവഹണത്തിന് നിൽക്കും. അത് ഉണ്മയല്ലെന്ന് നല്ലവണ്ണം അറിയും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞ പോലെ മിസ്റ്റിസിസം അവിടെയാണ് വരുന്നത്. തത്വം അറിഞ്ഞ ശേഷവും രാമകൃഷ്ണദേവൻ പറയണു, ഭക്തനായിട്ട് ഞാൻ ഇരിക്കണു എന്നാണ്. ഞാനില്ല എന്നറിയാം, എങ്കിലും ആ ഉള്ള ഞാൻ ഭക്തനായിട്ടിരിക്കുകയാണ്, ദാസനായിട്ടിരിക്കുകയാണ്, ആചാര്യനായിട്ടിരിക്കുകയാണ്. അതൊക്കെ തൽക്കാലത്തേക്കുള്ളതാണ്. വാസ്തവമായ ഈഗോ സെൻസ് അല്ല, ഭാവശരീരമാണത്. ആ ഭാവശരീരം ഈ ശരീരം വീഴുന്നവരെ കുറച്ചു കാലത്തേക്ക് നിൽക്കുകയും അത് വ്യവഹാരത്തിൽ അതിനു പുറകിൽ പൂർണ്ണസത്യം പ്രകാശിക്കുന്നത് കൊണ്ട് ഇത് വെറും ഒരു കുമിളയാണെന്നും കുറച്ചു നേരം നിന്നിട്ട് ഇറ്റ് വിൽ എക്സ്പ്ലോഡ് എന്നറിയും. മാത്രമല്ല, കുമിള എക്സ്പ്ലോഡ് ആയാൽ എവിടെ വീഴും? സമുദ്രത്തില്. അപ്പൊ ആ കുമിളയ്ക്കും അറിയാം, ഞാൻ കുമിളയായിട്ടും വെള്ളമാണ്, സമുദ്രമായിട്ടും വെള്ളമാണ്. കുമിളയായി നിൽക്കുമ്പോഴും സമുദ്രത്തിൽ പൊട്ടി വീണാലും തനിക്ക് മരണമില്ലെന്നും അറിഞ്ഞുകൊണ്ടാണ് ആ കുമിള നിൽക്കുന്നത്. അപ്പൊ എങ്ങനെ നഷ്ടമാവും? ഞാനൊരു ബബിളായിട്ട് നിൽക്കുമ്പോഴും പൊട്ടിയിട്ട് സമുദ്രത്തിൽ വീഴുമ്പോഴും സമുദ്രമും ജലമാണ്, ഈ ബബിളും ജലമാണ്. സമുദ്രത്തിൽ ബബിൾ, ഈ കുമിള അടങ്ങും, കുമിളയിൽ സമുദ്രവും അടങ്ങും. എങ്ങനെയാന്ന് വെച്ചാൽ കുമിള പറയാണ് ഈ സമുദ്രം എന്റെയാണ്, ഞാൻ സമുദ്രത്തിന്റെ ആണെന്ന് ഒരു സൈഡ്. മറ്റൊരു സൈഡിൽ ഈ കുമിള പറയാണ്, കുമിള പൊട്ടി സമുദ്രത്തിൽ വീണാൽ ഞാൻ സമുദ്രത്തിന്റെ ആണെന്ന് പറഞ്ഞാൽ എന്താ, സമുദ്രം എന്റെ ആണെന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും ഒന്നാണ്. ഞാൻ തന്നെ സമുദ്രമാണ്. ഭേദമില്ല, മരണമില്ല, ജനനമില്ല. ഇത് അറിഞ്ഞുകൊണ്ടാണ് ലോകത്തിൽ നിൽക്കുന്നത്. അതാണ് വിവേകാനന്ദ സ്വാമികളോട് ഇംഗർസോൾ പറഞ്ഞു. പാശ്ചാത്യ ദേശത്തിനെ മുഴുവൻ കുലുക്കിയ ഒരു യുക്തിവാദിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെന്ത് അധ്യാത്മം അധ്യാത്മം എന്ന് പറഞ്ഞു, ജീവിതത്തിനെ ഒരു ഓറഞ്ചായിട്ട് എടുത്താൽ ആ ഓറഞ്ചിനെ പിഴിഞ്ഞ് അതിലത്തെ രസം മുഴുവൻ എടുക്കണ്ടേ? അതുപോലെ ലോകത്തിലെ എല്ലാ വിഷയങ്ങളിലും അനുഭവിക്കണം. അതാണ് എന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞു ഇംഗർസോൾ. വിവേകാനന്ദ സ്വാമി പറഞ്ഞു, എന്റെ ഈ ഓറഞ്ച് പിഴിയലൊക്കെ എനിക്കറിയാം. അതെങ്ങനെയാന്ന് വെച്ചാൽ, അടുക്കളയില് പിൻവാതിൽ തുറന്നു കിടക്കുന്നുണ്ടോ എന്ന് വളരെ കാലം നോക്കിയിട്ട് പട്ടി ഒരു ദിവസം തുറന്നു കിടക്കുമ്പോൾ ഉള്ളിൽ വരും. എന്നിട്ട് നേരെ ചൊവ്വയെ തിന്നുവോ എന്ന് വെച്ചാൽ ഇപ്പടിക്കോ 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 എന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ടേ നക്കിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ശബ്ദം കേൾക്കുമ്പോഴൊക്കെ പേടിച്ചിട്ട് തലപൊക്കി നോക്കിയിട്ടാണ്. അതുപോലെയാണ് ഈ ലോകത്തിലെ ആളുകൾ ലോകസുഖം അനുഭവിക്കുന്നത്. അനുഭവിക്കുമ്പോ ഇപ്പൊ മരിക്കുവോ ഇപ്പൊ മരിക്കുവോ ഇപ്പൊ മരിക്കുവോ ഇപ്പൊ വ്യാധി വരുവോ എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ അനുഭവമൊക്കെ. എനിക്ക് യാതൊരു ധൃതിയുമില്ല, ഞാൻ അഖണ്ഡമാണ്, എനിക്കൊരു വിച്ഛിത്തിയില്ല, മരണവുമില്ല, ഞാൻ ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്ന വസ്തുവല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു ധൃതിയുമില്ല എന്ന് അദ്ദേഹം പലപ്പോഴും അങ്ങനെയാണ്. ട്രെയിന് ഒരിടത്ത് ഡെട്രോയിറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ട്രെയിനിൽ പോകേണ്ട സമയമായി. ട്രെയിൻ വന്ന് നിൽക്കണു, അദ്ദേഹം ഐസ്ക്രീം നിന്നുകൊണ്ടിരിക്കുക അത്രേ, വിവേകാനന്ദ സ്വാമി. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, സ്വാമി ട്രെയിൻ ഇപ്പൊ പോകും, സമയമായി സമയമായി എന്ന് ഇവർ ധൃതി കൂട്ടുമ്പോ അദ്ദേഹം പറഞ്ഞു അത്രേ, ലെറ്റ് ദ ട്രെയിൻ ഗോ. ഐ ലിവ് നോട്ട് ഇൻ ടൈം, ഐ ലിവ് ഇൻ ഇറ്റേണിറ്റി. ടൈമിന് വേണ്ടി എന്നെ ധൃതി കൂട്ടാനും എന്റെ ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ടൈം വേണമെങ്കിൽ അവിടെ നിൽക്കുകയോ പോവുകയോ ചെയ്യട്ടെ,
എനിക്ക് അനന്തമായ കാലമുണ്ട് എന്നാണ്. ആ ഒരു അനുഭവം വന്നാൽ റെസ്റ്റ്ഫുൾ ആവില്ലേ മനുഷ്യൻ? ടോട്ടലി വിശ്രാന്തനാവില്ലേ? ഒന്നിനും ധൃതിയില്ല. ആ അനുഭവം രമണ ഭഗവാൻ പറയണത് ഓരോ സെക്കൻഡിലും വരും എന്നാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി. ഭയം തോന്നുമ്പോ ആർക്ക് ഭയം എന്ന് ചോദിച്ചാൽ മതി. ഭയം തോന്നുമ്പോ ആർക്ക് ഭയം? ഭയപ്പെടുന്നവൻ ആര്? ഞാൻ. എനിക്ക് ഭയം തോന്നുന്നു. ഈ ഞാൻ ആരാ? ഞാൻ എന്താണ്? ശ്രദ്ധിച്ച് ഞാൻ എന്താണെന്ന് ചോദിക്കുന്ന ക്ഷണം ഞാൻ പോകും. അവിടെ ഒരു അമൃത അനുഭവം ഉണ്ടാവും. ഈ ചോദ്യം വിട്ടാ ഇയാൾ പൊന്തും. എനിക്ക് ഭയം തോന്നുന്നു, ഞാൻ ഇല്ലാതാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ഈ ഇല്ലാതാവില്ലേ, എനിക്ക് ഭയം തോന്നുന്നു എന്നൊക്കെ പറയണേ ഈ ഞാൻ ആരാണ്? ഈ ഞാൻ എന്താണ്? അയ്യോ എനിക്ക് വ്യാധി വരുമോ എന്ന് തോന്നുമ്പോ ഈ വ്യാധി വരുമെന്ന് തോന്നണ ഞാൻ ആരാ? വാസ്തവത്തിൽ ശരീരത്തിൽ വേദനയും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോ പോലും ഈ വേദന ആരനുഭവിക്കണു എന്ന് ചോദിച്ചാൽ പോലും ആ വേദന ഇല്ലാതായിട്ട് തീരും. പക്ഷെ ചോദിക്കാനുള്ള ശ്രദ്ധയും കൃപയും അവിടെ വേണം. ആരാ ഈ വേദന അനുഭവിക്കണത്? ആരാ ഈ വിഷമം അനുഭവിക്കണത് എന്ന് ചോദിച്ചാൽ ഞാൻ അനുഭവിക്കണു, എനിക്ക് വേദന തോന്നുന്നു, അതൊക്കെ പറയാം എന്ന് പലതും പറയും ഉള്ളുന്ന അഹങ്കാരം. അതെവിടെ ഉദിക്കണു എന്ന് ശ്രദ്ധിച്ചാൽ ഉദിക്കും ഇടത്തിൽ ഒടുങ്ങും. അത് ഉദിക്കുന്ന സ്ഥലത്ത് ലയിക്കുകയും സോഴ്സിൽ നിന്നുള്ള അമൃതം ഊറി വരികയും ചെയ്യും. വിവരപ്രസൂതി ജീവ, അതവിടെ തന്നെ അടങ്ങുകയും അവിടെ ആത്മാവ് അഖണ്ഡ വസ്തു പ്രകാശിക്കുകയും ചെയ്യും. അതാണ് രാമകൃഷ്ണ പരമഹംസർ അവസാന കാലത്ത് ക്യാൻസറായിട്ട് ആഹാരം കഴിക്കാൻ വയ്യ. പക്ഷെ അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം കഥയൊക്കെ പറഞ്ഞ് ആ വേദനയും വെച്ചുകൊണ്ട് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശിഷ്യന്മാരൊക്കെ വിവേകാനന്ദൻ തന്നെ പോയി പറഞ്ഞു, അങ്ങ് കാളിയോട് വർത്തമാനം പറയുന്നുവല്ലോ, അമ്മ അങ്ങേക്ക് ഉപദേശിക്കുന്നുവല്ലോ, അതുകൊണ്ട് അമ്മയോട് തന്നെ പറയൂ ഒത്തിരി കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഈ വേദന മാറിക്കിട്ടണം എന്ന് പറയൂ. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് അങ്ങനെയൊന്നും ചോദിക്കില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ചോദിക്കില്ല എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഞാൻ എനിക്ക് ഈ ശരീരത്തിന് വേണ്ടി ചോദിക്കുമ്പോ ഇതിലെ ഇൻഡിവിജ്വൽ സെൻസ് വന്നുപോകും. അപ്പൊ ചോദിക്കില്ല എന്ന് പറയാ. അപ്പൊ ഇവരൊക്കെ ഒരുപാട് നിർബന്ധിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ നരേനെ ഇങ്ങോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു. രാമകൃഷ്ണദേവ് നരേന്ദ്രനാഥനെ ഇങ്ങോട്ട് വിളിക്കും. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ, ബംഗാളിയിൽ അതിന് തുല്യമായ എന്തെങ്കിലും വാക്കായിരിക്കും അദ്ദേഹം പറഞ്ഞത്. കൊളോക്യൽ സ്ലാങ് ലാംഗ്വേജ്. ഡാ ചപ്പ എന്നാണ് വിളിച്ചത്. തന്നെ കാരണം എന്നെ അമ്മ ചീത്ത പറഞ്ഞു. സിദ്ധിനാരായണ സ്വാമിയുടെ ട്രാൻസ്ലേഷനാണ് അത്. ബംഗാളിയിൽ വേറെ വല്ല വാക്കുകളായിരിക്കും. തന്നെ കാരണം എനിക്ക് അമ്മയുടെ അടുത്തുനിന്ന് ചീത്ത കിട്ടി. ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു എനിക്ക് ഇത്തിരി കഞ്ഞി കുടിക്കാൻ ശക്തി തരണമെന്ന് പറഞ്ഞപ്പോ അമ്മ എന്താ പറഞ്ഞറിയോ, എല്ലാ ശരീരത്തിലൂടെയും നീ കഞ്ഞി കുടിക്കണില്ലേ, ഇനിയിപ്പോ ഈ ശരീരത്തിലൂടെ തന്നെ കഞ്ഞി കുടിക്കണോ എന്ന് ചോദിച്ചു. എല്ലാ ശരീരത്തിലൂടെയും നീ കഞ്ഞി കുടിക്കണില്ലേ, പോരെ, ഇനിയിപ്പോ ഈ ശരീരത്തിലൂടെ തന്നെ ഇനിയിപ്പോ കഞ്ഞി കുടിക്കണമെന്നുണ്ടോ എന്നാണ്. എന്നുവെച്ചാൽ അമ്മ ചോദിച്ചു, അമ്മ പറയണമെന്നൊക്കെ അദ്ദേഹത്തിന്റെ ഭക്തിയുടെ ഭാവമാണ്. കാര്യം എന്താ? സർവാത്മഭാവോ അധികൃത അധേഹ ധന്യാഹ ഭഗവന്തയിത്തം യദ് വാസുദേവേ അഖില ലോകനാഥേ. അങ്ങനെ സർവാത്മഭാവം എന്ന് പറയുമ്പോൾ ആചാര്യസ്വാമികളുടെ അടുത്ത് ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നു, അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ ദുഃഖവും ജ്ഞാനിക്ക് വരുമോ എന്നാണ്. ദുഃഖം ജ്ഞാനിക്ക് വരുമോ എന്ന് ചോദിച്ച ആചാര്യസ്വാമികൾ തന്നെ ഉത്തരം പറയണു, ദുഃഖത്തിന്റെയും ആത്മാവ് അദ്ദേഹം തന്നെയാണെന്നാണ്. ദുഃഖവും താനാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് ദുഃഖം ദുഃഖമല്ല. സ്ക്രീനില് ദുഃഖം ഉണ്ടായാലും സുഖം ഉണ്ടായാലും സ്ക്രീൻ ബാധിക്കപ്പെടുന്നുണ്ടോ? സിനിമാ സ്ക്രീൻ അതിലെല്ലാം വന്നിട്ട് പോകും. അതുപോലെ തന്നെ ദുഃഖം സുഖം ഒക്കെ എല്ലാത്തിനും പുറകിലും ചിത് അനുഭവമാണ്, ചിദാനന്ദമാണ്, വേറെ ഒന്നുമില്ല അവിടെ. ആധാരസത്യേ വിമലേതു തസ്മിന് നിജസ്വരൂപേ മനസ്സോപക്ലിപ്തം അവിദ്യയാ വിശ്വമമും നിമീല്യ ഭാതി സ്വയം സത്യവദജ്ഞതായാം. വിമലമായ നിജസ്വരൂപത്തില് മനസ്സ് പൊന്തി വന്നിട്ടാണ്
മനസ്സ് അതിൽ ആരോപിച്ച് കാണുന്നതാണ് ഈ വിശ്വം. ആധാരമായ സത്യത്തിനെ മറച്ചിട്ട് വിശ്വമാക്കി കാണിക്കുന്നു. ആ മനസ്സടങ്ങിയാലോ വിശ്വം വിഷ്ണു. വിശ്വം എന്ന് പറഞ്ഞ് കാണുന്നത് തന്നെ ആ അഖണ്ഡ സത്യം തന്നെയാ. സ്വർണം വളയും മാലയും മോതിരവും കിരീടവും ഒക്കെ ആയിട്ട് തോന്നണ പോലെ ആ എസെൻഷ്യൽ സ്റ്റഫ് ചിത്ത് തന്നെയാണ്. ആ ചിത്ത് തന്നെയാണ് ജഗത്തിലെല്ലാമായി അഭിവ്യക്തമായിട്ടിരിക്കണത് എന്ന് മനസ്സിലാവും. ചിത് അഭിവ്യക്തി. ഭാഗവതത്തില് വാമനാവതാര സന്ദർഭത്തിൽ ഇത് പറയണു. ഹൃദയത്തിൽ ഏതൊരു ചിത്തുണ്ടോ ആ ചിത്ത് ഇവിടെ രൂപം ധരിച്ചു. ഏതൊരു ചിത്തുള്ളിലുണ്ടോ ആ ചിത്താണ് ഇവിടെ രൂപം ധരിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ ചിദഭിവ്യക്തിയാണെന്ന് അറിയണമെങ്കിൽ ചിത്തം ശാന്തമാവണം. ചിത്തരൂപോ വികൽപ്പോയം ചിത്താഭാവേ ന കർശന അതശ്ചിത്തം സമാധേഹി പ്രത്യഗ്രൂപേ പരാത്മനി. വിവേക ചൂടാമണി. ചിത്തമൂലോ വികൽപ്പോയം ചിത്താഭാവേ ന കർശന. ഈ വികല്പത്തിനൊക്കെ കാരണം ചിത്തമാണ്. ചിത്തം സമാധേഹി. ചിത്തത്തിനെ ഹോമിക്കുക. എവിടെ? പ്രത്യഗ്രൂപേ പരാത്മനി. സാക്ഷിയായ പ്രത്യഗ് വസ്തുവിൽ ചിത്തത്തിനെ ഹോമിച്ചാൽ ചിത്തമില്ല, നിർവികൽപ്പമാണ്. ചിത്തേ ഉള്ളൂ അവിടെ. തകാരോ വിഷയാധ്യാസ. ആ ചിത്തില് സൂപ്പർ ഇമ്പോസിഷനാണ് ത എന്ന് പറയുന്നത്. അപ്പൊ ചിത്തമായി. ആ വിഷയാധ്യാസം എടുത്താൽ ചിത്തേ ഉള്ളൂ അവിടെ. അത് കേവലമായ ഭഗവത് സ്വരൂപമാണ്, ആത്മസ്വരൂപമാണ്. അതിനെ കണ്ടാൽ ഈ ആരോപണം ആരോപിതമായത് മാറും. നിമീല്യ രജ്ജും ഭുജഗസ്വയം സൻ മന്ദാന്ധകാരേ സതി ഭാതി യദ്വത് ആത്മാനമേവം ഭുമനം നിമീല്യ ബാധി സ്വയം സത്യവത് അജ്ഞതായാം. കയറിനെ മറച്ചിട്ട് പാമ്പ് അതിൽ കാണപ്പെടുന്നത് പോലെ മന്ദാന്ധകാരത്തിൽ കൂരാക്കൂരിരുട്ടിൽ കാണില്ല. ഇത്തിരി വെളിച്ചമുള്ളപ്പോഴാണ് കയറ് പാമ്പായിട്ട് തോന്നണത്. അതേപോലെ അല്പജ്ഞാനത്തില് ആത്മാവിനെ മറച്ചുകൊണ്ട് പ്രപഞ്ചം കാണപ്പെടുന്നു. അവിദ്യയാത്മാ വപുഷാമിതശ്ച സുഖീച്ച ദുഃഖീച്ച ഭവപാശബദ്ധ പ്രതീയതേ അജ്ഞോപി പൃഥക് പരസ്മാത് ആത്മാതു സാക്ഷാത് പരയേവ നാന്യഃ. ഇത് നമ്മള് നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.